ഹായ് ഗൈസ്, ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ വോളന്റ് ലൈസൻസ് കിട്ടും? അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണത്. അതായത് നമുക്ക് ഓൾറെഡി ഒരു ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ എക്സാം എഴുതിയിട്ട്, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ ഇല്ലാണ്ട് ലേണേഴ്സ് എക്സാം മാത്രം, സയൻസും കാര്യങ്ങളും റൂളും റെഗുലേഷൻസ് ഒക്കെ പഠിച്ചിട്ട് അത് മാത്രമായിട്ട് ഒരു എക്സാം എഴുതിയിട്ട് നമ്മുടെ ലൈസൻസ് കിട്ടുന്ന രീതി വരുന്നുണ്ട് ഇവിടെ പോളണ്ടിൽ. അത് ഇവിടുത്തെ ലൈസൻസ് നമുക്ക് ഏത് ഷെങ്കൻ കൺട്രീസിലും വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അങ്ങനെ അപേക്ഷിച്ചായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ എംബസി പോയിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു മിസ്ലേനിയസ് ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. പിന്നെ ഒരു ലൈസൻസിന് അപേക്ഷിക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ഫോം ഉണ്ട്, അത്. പിന്നെ നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക്, പിന്നെ വിസേൻ്റെ സൈഡ്, പിന്നെ അതേപോലെ തന്നെ ലൈസൻസിൻ്റെ ഫ്രണ്ട് ബാക്ക്, ഇത്രയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒറിജിനലെ പാടി പോകണം. ഒരു 108 സ്ലോട്ടിൽ നമ്മൾ അവിടെ പേയ്മെൻറ്റ് കൊടുക്കണം. അതായത് പോകണമെങ്കിൽ തന്നെ രാവിലെ 10 മണിക്കും 12:30 ഇടയ്ക്കും പോകണം. ആ സമയങ്ങളിൽ മാത്രമേ ഇന്ത്യൻ എംബസിയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുള്ളൂ. അന്നേ ദിവസം തന്നെ 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഈ പറഞ്ഞ നമ്മൾ കൊടുത്താണ് എന്ത് ആപ്ലിക്കേഷനാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് തരണത്. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ പോളിഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. കൂടാണ്ട് നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്ന് കിട്ടിയേക്കണ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ പോളിഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇത്രയും ആദ്യം തന്നെ ചെയ്തു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള ഉർസാദി ചെല്ലണം. ഉർസാദി ചെന്നിട്ട് സമൽദവാനി എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മൾ വന്നവര് ഏകദേശം എല്ലാവർക്കും പെസൽ നമ്പർ ഉണ്ടാവും. നമ്മൾ വരുമ്പോഴത്തേ ഈ ഉർസാദി ചെന്ന് നമ്മുടെ പെസൽ നമ്പറിന് വേണ്ടി അപേക്ഷിച്ച് ആ പെസൽ നമ്പറിന്റെ ആ ഒരു പെസലൊരു നമ്പറായിട്ട് കിട്ടണം. നമ്മുടെ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യണം. ആ സംഭവം ടെമ്പററി അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മ ഈ ലൈസൻസിന് വേണ്ടി ഉർസാദി ചെല്ലുമ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സമൽദവാനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോസസ്സ് ചെയ്യണം. അതായത് നമ്മ ഒന്നുകൂടി നമ്മുടെ ടെമ്പററി അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യണം. അപ്പം ആ സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും പുതിയ അഡ്രസ്സിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതിയാവും. അത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ PKK നമ്പറിന് അപേക്ഷിക്കണം. അതാണ് സെക്കൻഡ് പ്രോസസ്സ്. ഈ സമൽദവാനിയ അപ്പം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ആദ്യത്തെ കൗണ്ടറിൽ ടോക്കൺ എടുക്കുക, ആദ്യത്തെ കൗണ്ടറിൽ സമൽദവാനിയൊക്കെ പോയിരിക്കുക. അത് ചെയ്ത് കഴിയുക. ഒരു 27 സ്ലോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സമൽദവാനി ഒരു ഡോക്യുമെന്റ് ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ കൂടുതലും ഉർസാദുകളിൽ ഇംഗ്ലീഷ് അറിയാവുന്ന സ്റ്റാഫുകൾ കുറവായിരിക്കുള്ളൂ, പോളിഷ് ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എൻ്റെ കേസിൽ എന്തോ ഭാഗ്യത്തിന് ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പുള്ളിക്കാരിനെ കിട്ടിയായിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ്, അതായത് മലയാളികളാണല്ലോ നമ്മ, കേരളത്തിലുള്ളവർക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ PVC, അതായത് പുതിയൊരു ലൈസൻസ് ഇറങ്ങിയായിരുന്നില്ലേ, ഈ ലാമിനേറ്റഡ് അല്ലാണ്ട് ആ രീതിയിലുള്ള ലൈസൻസ് ഉണ്ടെന്ന അത്യാവശ്യം നല്ലതായിക്കോളും. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ലാമിനേറ്റഡ് കൊണ്ടുപോയിട്ട് അവരത് വലിച്ചെറിഞ്ഞായിരുന്നു. കാരണം ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരാണ്ട് ഒറിജിനൽ ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അവരെ അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഗൂഗിളിൽ കയറി നമ്മുടെ ലൈസൻസ് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അവരത് വാങ്ങിയത്. അത്രയും പ്രശ്നമായിരുന്നു നമ്മുടെ ലൈസൻസിന്. അപ്പൊ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം സമൽദവാനിയെ ചെയ്ത് കഴിഞ്ഞ് നമ്മ അപ്പൊ തന്നെ PKK നമ്പറിന്റെ അത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാണ് സമൽദവാനിയുടെ പ്രോസസ്സ് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ PKK ഉള്ള നമ്മുടെ ഇത് എടുക്കണം, അതായത് ടോക്കൺ എടുക്കണം. അടുത്തത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ടോക്കൺ ആകുമ്പോൾ അവിടെ ചെല്ല നമ്മുടെ ഒറിജിനൽ ലൈസൻസ്, ഈ എംബസിന്ന് കിട്ടിയ പേപ്പർ ഒറിജിനൽ, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തത്, പിന്നെ അതേപോലെ തന്നെ ലൈസൻസ് ഒറിജിനലും, പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതും, പിന്നെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ബാക്ക് നമ്മുടെ ഒരു ഫോട്ടോ വേണം. ഈ VFSനെ കൊടുത്ത പോലത്തെ അത്യാവശ്യം നമ്മുടെ ഫേസ് കൂടുതലും കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ഫോം കിട്ടി. ഇപ്പൊ ഈ പറഞ്ഞ സമൽദവാനിയുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ടെമ്പററി അഡ്രസ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഫോമാണ്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് എക്സ്ട്രാ ഒരു PKKക്ക് കൊടുക്കാനായിട്ട് ഒരു ഫോം ഉണ്ട്. ആ രണ്ടും നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ അവരെന്താ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ ചിലവർക്ക് ഓൺ ദ സ്പോട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ ഒരു PKK നമ്പർ കിട്ടും. 2 മിനിറ്റ് 3 മിനിറ്റ് ഊഹത്തിൽ പറഞ്ഞാണ്. അപ്പൊ തന്നെ, അതായത് ആ പ്രോസസ്സ് അവർ വെരിഫൈ ചെയ്ത് സമൽദവാനിയുടെ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ PKKക്ക് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കത് തരും PKK നമ്പർ. ഇപ്പൊ നമുക്കിപ്പോ B കാറ്റഗറി ആയിക്കോളും കൂടുതൽ അവർ PKK നമ്പർ തന്നെ. നമുക്കിപ്പോൾ 50 cc മുകളിലുള്ള വണ്ടികൾ, അതായത് 2 വീലർ ഓടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 PKK നമ്പർ വേണമെന്ന് പറയാം. അതായത് Aയും Bയും, A കാറ്റഗറി, B കാറ്റഗറി.
സാധാരണ രീതിയിൽ ബി മാത്രം തരുള്ളൂ. അതായത് നമുക്ക് കാർ ഓടിക്കാം, 50cc വരെയുള്ള 2 വീലർ ഓടിക്കാം. അപ്പൊ അതായിരുന്നു മെയിൻ ആയിട്ട് ഉള്ള പ്രോസസ്സ്. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ PKK നമ്പർ വെച്ച് നമ്മ infocar.pl എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ കയറാം. അതിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു ഡേറ്റ് എടുക്കുക. അതായത് എക്സാമിന്റെ ഒരു ഡേറ്റ് ബുക്ക് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക, എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം നമുക്ക് ഏകദേശം ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ 70 പോയിന്റ് ആട്ടേന്ന് തോന്നുന്നത്. കാരണം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ 70 പോയിന്റിൽ ഏകദേശം ഒരു 64 66 പോയിന്റ് ആട്ടെ കിട്ടിയാലേ നമ്മൾ ജയിക്കുള്ളൂ. അതിൽ ഓൾമോസ്റ്റ് എന്തോ 20 ക്വസ്റ്റ്യൻ ആട്ടെ എസ് ഓർ നോയും, ബാക്കി മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതായത് 3 ഓപ്ഷൻ വെച്ചാണ്. ഓരോ സിറ്റുവേഷൻ തരും. അതിൽ ഓരോ സിറ്റിയിലുള്ള കിലോമീറ്ററിന്റെ ലിമിറ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈക്വൽ കൂടുതൽ ഈ 3 ഓപ്ഷൻ വെച്ച് തഞ്ഞത്. അത് എന്തായാലും ജയിക്കാൻ കുറച്ച് പാടാണ്. കാരണം എൻ്റെ അറിവിൽ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയേക്കണത് തന്നെ ഏകദേശം ഒരു 4-5 എക്സാം എഴുതിയിട്ടാണ് അവർ പാസ്സായിരിക്കുന്നത്. ഒരു എക്സാമിന് 50 സ്ലോട്ടിയാണ്. അത് ഏകദേശം ഒരു നാട്ടിലത്തെ ഒരു 100-120 രൂപ, 100 അല്ല 1020 രൂപ പത്രം ചെലവുണ്ട് ഒരു എക്സാമിന്. പിന്നെ അതിപ്പോ പാസ്സായി കഴിയുന്നുണ്ടെങ്കിൽ പിന്നെയും PKK നമ്പർ വാങ്ങി അതേ ഓഫീസ് നമ്മുടെ ഉർസാദി ചെല്ല, ഒരു 100 സ്ലോട്ടി അടക്കുക, നമ്മുടെ ഒറിജിനൽ ലൈസൻസും പാസ്പോർട്ടും കൊണ്ടുപോകാം. ഒറിജിനൽ ലൈസൻസ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മ ഈ അവിടുത്തെ നമ്മുടെ പോലീസ് ലൈസൻസ് വാങ്ങാം. പക്ഷെ എൻ്റെ കേസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വേണ്ട ഈ ഞാൻ പറഞ്ഞ എംബസി എന്നുള്ള ഡോക്യുമെന്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തതും ഒറിജിനലും, പിന്നെ ലൈസൻസിന്റെ ഒറിജിനല് ട്രാൻസ്ലേറ്റ് ചെയ്തത്, പാസ്പോർട്ടിന്റെ കോപ്പി, കാര്യങ്ങൾ, ഫോട്ടോസ് എല്ലാം കൊണ്ടുപോയി ഈ സമൽ ധവാനിയ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ കുറച്ചേരം ഇരുന്നു. കാരണം എൻ്റെ അറിവില് എന്നോട് പറഞ്ഞേക്കണ ഒരു സമൽ ധവാനിയ ഒരു ഡോക്യുമെന്റ് ആണെന്നാണ്. അപ്പൊ അത് കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ചേരം ഇരുന്ന്. പിന്നെ പുള്ളിക്കാരിയോട് ചോദിച്ചപ്പോ, ആ മേഡത്തിനോട് ചോദിച്ചപ്പോ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ വെറുതെ നോക്കാന്ന് വിചാരിച്ചിട്ട് PKK ഫോമും പൂരിപ്പിച്ച് ഞാൻ അവിടുത്തെ ആ കൗണ്ടറിൽ ചെന്നിരുന്ന് എൻ്റെ നമ്പർ വന്നപ്പം. എന്നിട്ട് എന്താന്ന് പുള്ളിക്കാരി പോളിഷിൽ എന്താണ് സംസാരിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ട് PKK എന്ന് മാത്രം പറഞ്ഞ്. അപ്പൊ മേഡം എംബസി എന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ സമൽ ധവാനിയ ചെയ്തിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്, ഇപ്പൊ ചെയ്തോളാം എന്ന് പറഞ്ഞ്. അപ്പൊ വേറൊരു ബാക്കിലൊരു ഓഫീസിലായിട്ട് ഒരു പുള്ളിക്കാരൻ നിൽക്കണ്ടായിരുന്നു. അപ്പൊ ആ ചെക്കൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ച് അപ്പൊ പറഞ്ഞ് സമൽ ധവാനിയ ഓക്കെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവര് തമ്മിൽ കുറച്ചു നേരം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്നിട്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു 2 മിനിറ്റോളം. എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത്. പക്ഷേ ഒരു 5-6 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടും പിന്നെ അനക്കൂലാതായപ്പോ പുള്ളിക്കാരി വന്ന് എന്നോട് കുറച്ചേരം എന്തോ പോളിസി സംസാരിച്ചു. എനിക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. എന്നിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ട് അപ്പുറത്ത് കാര്യമായിട്ടുള്ള കൗണ്ടറിലേക്ക് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നോട് അപ്പുറത്തേക്ക് മാറിയിരിക്കാൻ. അപ്പൊ അടുത്ത ക്ലൈന്റിനെ വിളിച്ച് പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ്. അപ്പൊ പുള്ളിയും എന്തോ പോളിഷിൽ കുറച്ചേരം സംസാരിച്ചപ്പോ ഞാൻ അന്തം വിട്ടിക്കണ കണ്ടപ്പോ പുള്ളിക്ക് ചോദിച്ചു ഇംഗ്ലീഷ് അറിയോന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു. പറഞ്ഞു അപ്പൊ എനിക്ക് സന്തോഷമായി. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എനിക്ക് ഇത് എന്താണ് എൻ്റെ കേസിൽ, അതായത് PKK നമ്പർ ആണ് അതോ ഡയറക്റ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നുള്ളതിൽ അവർക്കൊരു അവർക്കറിയില്ലെന്ന് പറഞ്ഞു. എൻ്റെ കേസിൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും PKK നമ്പർ എടുത്ത് എക്സാം എഴുതിയിട്ടാണ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു അത് എനിക്കറിയാം, അങ്ങനെയും പ്രോസസ് ഉണ്ട്. പക്ഷേ 2 രീതിയിൽ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ കേസിൽ ഏതാണെന്ന് ഇപ്പൊ അവർക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഈ infocar.pl എൻ്റെ പെസൽ നമ്പറും പേരും പഠിച്ചപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാം. എൻ്റെ ഫോൺ നമ്പറും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും PKK ആണെന്നുണ്ടെങ്കിൽ അവര് വിളിച്ച് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ചെന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു PKK. അല്ല ഒരു കേസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പെസൽ നമ്പർ അടിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് സൈറ്റിൽ കാണണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാനപ്പ എല്ലാവരോടും പറഞ്ഞപ്പോ അങ്ങനെ ഒന്നും നടക്കില്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാനും പിന്നെ വിശ്വസിക്കാന്നില്ല. ഞാനും അപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങിയായിരുന്നു എക്സാമിനുള്ള കാര്യങ്ങൾ. എങ്ങാനും PKK കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കാലെന്നുള്ള രീതിയിൽ ഞാനും എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഞാനത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും അനക്കൊന്നുമില്ലാതായപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞ് എൻ്റെ കേസിൽ കുറച്ച് നമ്മുടെ എംബസിയുടെ ഭാഗത്തുനിന്നും പിന്നെ നമ്മുടെ RTOന്റെ ഭാഗത്തുനിന്നും കുറച്ച് വാലിഡേഷന്റെ കേസിൽ ഡിലേ വന്നിട്ടുണ്ട്. അത് കാരണം കുറച്ച് ഡിലേ മേടിക്കും. അപ്പൊ എൻ്റെ കേസിൽ തന്നെയാണ്. ഞാനിപ്പോ ഏകദേശം 2 ആഴ്ച ആയല്ല. അപ്പൊ എനിക്ക് തന്നെ പ്രയോറിറ്റി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് പിന്നെയും ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്ത് അനക്കില്ലാതായപ്പോൾ ഞാൻ ഒന്നും കൂടി വിളിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോഴും പെൻഡിങ്ങിൽ തന്നെയാണ്, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അതായത് ഞാൻ ചോദിച്ച എന്നത്തേക്കാവാന്ന് വെച്ചാൽ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ലൈക്ക് ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ട്, ലൈസൻസ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചു പറയാം, അപ്പോൾ ഒന്ന് കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1 മന്തിന് മേലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ അത്രയും സമയം പിടിക്കില്ല. അവരിപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് എന്നോട് പറഞ്ഞ ഇങ്ങനെയായിരുന്നു, വെരിഫിക്കേഷൻ ഏകദേശം ഒരു ഒരാഴ്ചത്തോളം സമയം പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവർ ഡ്രൈവിംഗ് ലൈസൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷെ 1 മാസം കഴിഞ്ഞ് ആവാതായപ്പോൾ എന്നോട് പറഞ്ഞ് പ്രയോറിറ്റി നിങ്ങൾക്കാണ്, കാരണം എനിക്കറിയാം 1 മാസം ആയാലും ഇത്രയും ആപ്ലിക്കേഷൻ തന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വന്നാൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ വർക്കിന് വന്ന സമയത്ത് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റെഡി ആയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അതായത് എക്സാം എഴുതിയിട്ടില്ല, ഒന്നുമില്ല, ഡയറക്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ്. അതായത് ഞാൻ ഫോൺ എടുക്കുന്നതിന് മുമ്പേ വിചാരിച്ചാ PK റെഡി ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് കളക്ട് ചെയ്യാനായിരിക്കും വിളിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഫോൺ എടുത്തത്. പക്ഷേ എന്നെ ഞെട്ടിച്ച്, ലൈക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു സർപ്രൈസ് ആയിപ്പോയി ഇങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി സാധാരണ നോർമൽ ലൈസൻസ് തന്നെ ആയിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഒറിജിനൽ ലൈസൻസ് ആണ്, കാരണം ഇതിന് മുമ്പ് ഞാൻ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ 2ാമത്തെ പ്രാവശ്യം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോഴും ഞാൻ എടുത്ത് ചോദിച്ചായിരുന്നു അവരോട്, ഡ്രൈവിംഗ് ലൈസൻസ് ആണ് PK ആണ് കിട്ടണമെന്ന് ഞാൻ എടുത്ത് ചോദിച്ചായിരുന്നു. അന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് എൻ്റെ കേസിൽ കിട്ടുകയെന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ പിന്നെയും എടുത്തെടുത്ത് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയാണ് PK അല്ലെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ഒരിക്കലും കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എന്തോ ഒരു ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് ആയിപ്പോയി. കാരണം റെഡി ആയിട്ടുണ്ട്, എക്സാമും ഇല്ല, ഒന്നുമില്ല. കാരണം 4-5 പ്രാവശ്യം എക്സാം എഴുതിയവർക്ക് പോലും പാസ്സായി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാത്ത സ്ഥിതിക്ക് എനിക്ക് ഒരു എക്സാം പോലും ഇല്ലാണ്ട് എൻ്റെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് പാസ്പോർട്ടും കാണിച്ച് പിറ്റേ ദിവസം ഞാൻ ചെന്ന് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കളക്ട് ചെയ്ത്. ഇതായിരുന്നു എൻ്റെ പ്രോസസ്സ്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഇതേപോലെ തന്നെ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഉത്സാദി ചെന്ന് ചോദിച്ച്, ലൈക്ക് സമൽധവാനിയെ ചെയ്ത് PK അപേക്ഷിച്ചപ്പോൾ അവനപ്പം തന്നെ PK നമ്പർ കൊടുത്തു, 2 PK, അതായത് A കാറ്റഗറിക്കും B കാറ്റഗറിക്കും. എനിക്ക് കിട്ടിയ ലൈസൻസ് എന്ന് പറഞ്ഞാൽ Aയും Bയും ഉണ്ട്. സാധാരണ ഇതിൽ Aയും Bയും PK നമ്പർ വാങ്ങിയിട്ട് ആ 2 എക്സാം എഴുതിയാൽ ഈ 2 കാറ്റഗറിയും കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ ഇന്ത്യൻ ലൈസൻസിൽ ഏതൊക്കെ കാറ്റഗറി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തിരിച്ചു കിട്ടി. അപ്പോൾ പലർക്കും ഒരു ലക്ക് എന്ന് പറയാം ഏകദേശം. കാരണം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ അപേക്ഷ കൊടുത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല, PK ആണ്. പക്ഷെ എൻ്റെ കേസിൽ മാത്രം ഡയറക്റ്റ് ലൈസൻസ് കിട്ടി. എൻ്റെ ഈ ഉർസാദിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള വേറൊരു പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് PK കിട്ടിയത്. അപ്പം എന്താണെന്ന് അറിയാൻ പറ്റില്ല, എന്തോ ഭാഗ്യം കൊണ്ട് എക്സാം ഒന്നും എഴുതേണ്ടി വന്നില്ല, ഡയറക്റ്റ് പോളിഷ് ലൈസൻസ് കിട്ടി. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അതായത് ആദ്യം തന്നെ എംബസി പോകാം, അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങുക, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും സർട്ടിഫിക്കറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഉർസാദി ചെന്ന് സമൽധവാനിയ നമ്മുടെ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നേരെ PK അപ്ലൈ ചെയ്യുക. ഏകദേശം ഒരു 2 ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. പിന്നെ PK കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം ഈ പോളിഷ് ഡ്രൈവിംഗ് ലൈസൻസ് എക്സാം ഒന്ന് അടിച്ചു കൊടുക്കണമെങ്കിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ എക്സാം വരുന്ന നോക്കുക. കാരണം ആ ആപ്ലിക്കേഷനിൽ ഉണ്ടാവണ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തന്നെ ഈ ഭൂരിഭാഗം എക്സാംസിൽ ഉണ്ടാവുക. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു. അപ്പം PK ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് പഠിക്കുക, എന്തായാലും കിട്ടും. അഥവാ ഇത് ഈ ഒരു വഴിയൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ജസ്റ്റ് ചെന്ന് നോക്ക്. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാം PK പകരം.